കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഉന്നക്കായയുടെ റെസിപ്പിയുമായാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 1.5 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടിയ അളവിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് അധികം പഴുക്കാത്ത പഴമാണ് ഇത് പെർഫെക്റ്റായി കിട്ടാൻ നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം രണ്ടായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് പുറംഭാഗത്തുള്ള ആരുകളെല്ലാം ഈ രീതിയിലൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ 4 പഴവും ഞാനിവിടെ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഇത് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സെൻറ്ററിലുള്ള പോർഷൻ ഇങ്ങനെ കറുപ്പ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാൻ ഇത് എളുപ്പമാണ്. നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ചൂടോടെ എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ രീതിയിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു സ്റ്റീമറിലേക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ തിന്നായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് മാത്രം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ സമയം കൊണ്ട് തന്നെ ഇതിൽ നന്നായി ആവിയെല്ലാം കയറി ഇത് പഴമെല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. കാരണം വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വലിയ ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പഴം നല്ല ചൂടോടെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഈ ഉന്നക്കായ ഉണ്ടാക്കുന്നതിന് ഏറ്റവും സിമ്പിളായി തോന്നിയിട്ടുള്ള ഈ മെത്തേഡാണിത്. അപ്പോൾ പഴം ഞാൻ ഈ ബൗളിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ചൂടിൽ തന്നെ ഈ രീതിയിൽ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മാഷായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ് എങ്ങാൻ വെച്ച് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഫോർക്ക് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ മാഷായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. പഴത്തിൻ്റെ കട്ടകളെല്ലാം ആ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയതുകൊണ്ട് കൈകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്സ് എല്ലാം തയ്യാറാക്കിയെടുക്കണം. ഇതിനകത്തേക്ക് മധുരത്തിനായി ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു വലിയ അച്ചും ഒരു പകുതി കഷ്ണവും എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാനിലേക്ക് ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് തേങ്ങാപ്പണ്ടം തയ്യാറാക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായ ശേഷം ഇതിനകത്തേക്ക് ഒരു 10 അല്ലെങ്കിൽ 15 കാഷ്യൂ നട്ട്സ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂ നട്ട്സും റേസിൻസും എല്ലാം ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കാഷ്യൂ നട്ട്സ് ഒന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റേസിൻസും കാഷ്യൂ നട്ട്സും കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 1.5 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് ഒന്ന് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ എടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇത് 1.5 കിലോ പഴത്തിന് റെഡിയായിരുന്നു ഈ തേങ്ങാപ്പണ്ടം. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് തേങ്ങ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനി ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ 1.5 അച്ച് ശർക്കര ഈ തേങ്ങയ്ക്ക് കറക്റ്റ് മധുരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് വേണ്ടവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, അതുപോലെ കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ശർക്കരയല്ല പഞ്ചസാരയാണെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ തേങ്ങ നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ശർക്കര തേങ്ങയിൽ നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറി വരുന്നതിന് വേണ്ടി സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടെല്ലാം ആറി വന്നതിന് ശേഷം ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം. കൈവെള്ളയിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി ഇത് ഉരുട്ടിയെടുക്കാം. അത് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വളരെ തിന്നായ വിധത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഈ രീതിയിൽ കൈവിൽ വെച്ച് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ആ പഴത്തിൻ്റെ മിക്സ് ഈക്വൽ ആവുന്ന വിധത്തിൽ നമുക്ക് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് 1-2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നീട് ഇത് കയ്യിൽ വെച്ച് ഈ രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നീട് അതിൻ്റെ സൈഡ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഷേപ്പ് ഈ രീതിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ വലിപ്പത്തിൽ തന്നെ ബോൾസ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈവെള്ളയിൽ വെച്ച് നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് ഈ രീതിയിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഴത്തിൻ്റെ കൂട്ട് എല്ലാ ഭാഗത്തും ഈക്വലായി തന്നെ കിട്ടുന്നതാണ്. അങ്ങനെയാവുമ്പോഴാണ് ഉന്നക്കായ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം സൈഡെല്ലാം ഈ രീതിയിൽ പ്രസ് ചെയ്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഉന്നക്കായ എല്ലാം ഞാനിവിടെ ഈ രീതിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാനിവിടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഉന്നക്കായ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉന്നക്കായ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ രീതിയിൽ ഒരു ലെയറായി ഉന്നക്കായ വെച്ചതിന് ശേഷം ഒരു പീസ് ബട്ടർ പേപ്പർ അതിന് മുകളിലായിട്ട് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാനിവിടെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് ഒരു പാനിൽ ഓയിൽ ചൂടായി വന്നതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു ട്രിപ്പിൽ 3 ഉന്നക്കായയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉന്നക്കായ ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമായാലും ഉള്ളിലുള്ള തേങ്ങയും എല്ലാം കുക്കായി കിട്ടിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ കോരി മാറ്റുന്നുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഉന്നക്കായ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഉന്നക്കായയും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത ഉന്നക്കായ നമുക്ക് 1-2 ആഴ്ച വരെ കേടുകൂടാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഈ രീതിയിൽ ഒരു ബോക്സിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ആക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഉന്നക്കായ എല്ലാം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ചാനലിൽ ഒരുപാട് റമദാൻ റെസിപ്റ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതെല്ലാം വാച്ച് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയതായി വരുന്ന വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.